നമസ്കാരം. 2026 ജൂൺ 16 മുതൽ ജൂലൈ 5 വരെ ഒരു ശക്തമായ ഗ്രഹമാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. ഗ്രഹമാറ്റം എന്ന് പറയുമ്പോൾ ധൈര്യത്തിന്റെയും ശക്തിയുടെയും അതേപോലെ പ്രവർത്തന ശേഷി നൽകുന്നതുമായ ഗ്രഹമാണല്ലോ ചൊവ്വ. ആ ചൊവ്വ കാർത്തിക നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ ജ്യോതിഷപ്രകാരം പറയുമ്പോൾ ഇതൊരു വലിയ മാറ്റം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിന്റെ ഫലമായി ചില രാശിക്കാർക്ക്, അതായത് ചില രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വലിയ ഉയർച്ചയും, എന്നാൽ ചില നക്ഷത്രക്കാർക്ക് അല്പം പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായും വരുന്നതാണ്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് ജൂൺ 16 മുതൽ ജൂലൈ 5 വരെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് ആർക്കൊക്കെയാണ് ഭാഗ്യം തുറക്കാൻ പോകുന്നത്? ആരുടെയൊക്കെ ജീവിതത്തിലാണ് ധനപ്രവാഹം കൂടുതലായി വന്നു ചേരുന്നത്? ജോലി ലഭ്യതയുണ്ടാകുന്നത്, ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകുന്നത്, കുടുംബ ജീവിതം താറുമാറായിരിക്കുന്നവരാണെങ്കിൽ പോലും അതൊക്കെ മാറി വീണ്ടും മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയരാൻ സാധിക്കുന്നതെന്നൊക്കെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക, കാരണം അവസാനം ചെറിയൊരു പരിഹാരം കൂടി നിങ്ങളുടെ ജീവിത തടസ്സങ്ങളൊക്കെ മാറാനായി പറയുന്നുണ്ട്. അപ്പോൾ ഏവർക്കും അതൊക്കെ വളരെയധികം ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ അധ്യായം തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഭാഗ്യം തുടങ്ങുന്ന രാശിക്കാരിൽ ആദ്യത്തെ രാശി മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾക്ക് ഈ ഒരു സംക്രമണം വളരെ ശക്തമായ, അതായത് അനുകൂലമായ ഫലങ്ങളെ തന്നെയായിരിക്കും നൽകുന്നത്. അനുകൂലം എന്ന് പറയുമ്പോൾ ഏറെ നാളുകളായി മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ വേഗത്തിൽ നടക്കും. അതേപോലെ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായി നിന്ന കാര്യങ്ങളൊക്കെയും നശിച്ച് നിങ്ങളുടെ ജീവിത പാത അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴി നേരെയാകുന്നതാണ്. അതായത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഏതെങ്കിലും കാര്യത്തിൽ ഇറങ്ങിയാൽ തടസ്സങ്ങൾ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങൾ വന്നു ചേർന്നൊരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും വലിയ ഒരു ആത്മവിശ്വാസ വർധനവൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ജോലി സ്ഥലത്ത് നിങ്ങൾക്കൊരു വിലയില്ലാതിരുന്ന അവസ്ഥയുണ്ടെങ്കിൽ പോലും അതൊക്കെ മാറി വില വർധനവ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾ അനുസരിക്കുന്ന രീതിയിലേക്ക് ഉയർച്ചയുണ്ടാകും. സ്ഥാനക്കയറ്റമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കും വലിയ രീതിയിലുള്ള ധനവരവ് പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിൽ ഉണ്ടായിരുന്നതായ ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നതകൾ, വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയുന്നതാണ്. കോപം നിയന്ത്രിക്കാനായിട്ടൊന്ന് ശ്രമിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ വീണ്ടും പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് കോപമാണ് നിങ്ങളൊന്ന് നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ പരിഹാരം കൂടി പറഞ്ഞുതരാം. ചൊവ്വാഴ്ച ദിവസം അടുത്ത സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തി ചുവന്ന പുഷ്പങ്ങളൊക്കെ സമർപ്പിക്കുന്നതും ഓം അങ്കാരകായ നമഃ എന്ന ഈ ഒരു മന്ത്രം 21 പ്രാവശ്യം ജപിക്കുന്നതുമൊക്കെ ഉത്തമമായിരിക്കും. അതേപോലെ ഏറ്റവും വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് ആഹാരം ദാനം കൊടുക്കാവുന്നതാണ്. അതേപോലെ വസ്ത്രം ദാനം ചെയ്യാവുന്നതാണ്. അവർക്ക് വേണ്ടത് എന്തെങ്കിലും ചെറിയ ലളിതമായ സഹായങ്ങൾ, നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ആവേശത്തിൽ സാമ്പത്തികമായിട്ടുള്ള നമ്മളെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്തതായ സാമ്പത്തിക ഇടപാടുകളിലോ തീരുമാനങ്ങളിലോ ഒന്നും ചെന്ന് ചാടാതിരിക്കാനായിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തെ രാശി മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർക്കും ഈ ഒരു കാലയളവ് ജീവിതത്തിൽ ഒരു തിരിഞ്ഞുനോട്ട സമയം എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ മാസങ്ങളിൽ അനുഭവിച്ച മാനസികമായ വിഷമങ്ങളൊക്കെ ആശ്വാസം നിങ്ങൾക്ക് കണ്ടെത്തി ഓരോന്നും കൃത്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയമേവ ഉറപ്പുവരുത്താൻ സാധിക്കുന്ന സമയമാണ്. ജോലിയിലും നിങ്ങളുടെ നേതൃത്വ കഴിവ് എല്ലാവരാലും അംഗീകരിക്കപ്പെടും. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ അതുവഴി ലഭിക്കാനൊക്കെയുള്ള യോഗമുണ്ട്. വിദേശത്തേക്ക് പോകാൻ ഇരിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് തെളിയുന്നതായ സമയമാണ്. ഏതെങ്കിലും വിധത്തിൽ വിദേശ യാത്ര തടസ്സപ്പെട്ടിരുന്നവരാണെങ്കിൽ പോലും ഈ ഒരു ജൂൺ 16 മുതലുള്ള സമയം നിങ്ങൾ അതിനൊക്കെ ശ്രമിച്ചു നോക്കിയോളൂ. വിദേശത്തേക്കുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ എന്തെല്ലാം രീതിയിലാണോ തടസ്സങ്ങൾ ഉണ്ടായിരുന്നത് ആ തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് മാറും. വിവാഹ ജീവിതത്തിലും പങ്കാളിയുടെ പിന്തുണ കൂടുതലായി നിങ്ങൾക്ക് ലഭിക്കും. കുടുംബത്തിൽ സന്തോഷവും ഭാഗ്യവും നേട്ടവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ചെയ്യേണ്ടത് ഞായറാഴ്ച ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിക്കുക, സൂര്യഭഗവാന് ജലം സമർപ്പിക്കുക. കൂടാതെ ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ഒരു വിളക്കൊക്കെ സമർപ്പിക്കുന്നത്, അതായത് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഒരു ചെറിയ വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നെയ്വിളക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇനി ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉത്തമമാണ്. കാരണം എന്തെങ്കിലുമൊക്കെ തടസ്സം, ജോലിയുമായി ബന്ധപ്പെട്ടും വിദേശവുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് സഹായിക്കും. പിന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ച വ്രതം കൂടി എടുക്കുന്നത് മാനസികമായ ഒരു ശക്തി ഉണ്ടാകുന്നതിനും
മനസ്സിന്റെ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞ് ഒരു ശാന്തിയും സമാധാനവും വരുന്നതിന് സഹായിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, എടുത്തു ചാടിയുള്ള അഭിപ്രായം പറച്ചിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നത് ഉത്തമമായിരിക്കും. കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാലും സാമ്പത്തികമായ ഒരു ആശ്വാസം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. ആകെ ഒരു ഞെരുക്കമായിരുന്ന അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതാണ്. നല്ലൊരു തുക കയ്യിലേക്ക് എത്താനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ചിലപ്പോൾ കിട്ടാതിരുന്ന ധനമാകാം, ചിലപ്പോൾ ലോണ് കിട്ടാൻ താമസപ്പെട്ടിട്ട് അതിന്റെ സാങ്ഷൻ ആകുന്നതാകാം, അതല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യവും നമുക്കിവിടെ പ്രതീക്ഷിക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം നല്ല സമയമാണ്. ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്കും ആ അറ്റൻഡ് ചെയ്യുന്ന ഇന്റർവ്യൂവിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടാനും സന്തോഷം വർദ്ധിക്കാനും ഒക്കെയുള്ള സാധ്യതാ സമയമാണ്. എന്നാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് ചിന്തിക്കുന്നതായ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതൊന്ന് തൽക്കാലം കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്ന് ചോദിച്ചാൽ യോഗകളോ അല്ലെങ്കിൽ മനസ്സിനെ ഏതെങ്കിലും രീതിയിലേക്ക് ഒരു നാമജപത്തിലൂടെ ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓവർ തിങ്കിങ്ങിനെ ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ വെള്ളിയാഴ്ചകളിൽ ദേവീ ക്ഷേത്ര ദർശനം നടത്തുന്നത്, പാൽപ്പായസം, അതായത് കൃഷ്ണക്ഷേത്രത്തിൽ ഗുരുവായൂർ പോകാൻ പറ്റുമെങ്കിലാണ് അത് ഉത്തമം. അല്ലെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപ്പായസം വഴിപാട് സമർപ്പിക്കുന്നതും, നിങ്ങളാൽ തന്നെ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ തന്നെ വീട്ടിൽ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഒരു വിളക്കൊക്കെ തെളിയിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. സ്ത്രീകൾക്കാണെങ്കിൽ മഞ്ഞൾ ദാനം ചെയ്യുന്നത് ഏറ്റവും അധികം ഉത്തമമാണ്. ഐശ്വര്യത്തിന് വിവാഹിതരായ സ്ത്രീകൾക്കൊക്കെ നിങ്ങൾ കഴിയുമെങ്കിൽ പച്ചമഞ്ഞൾ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. മഞ്ഞൾ ദാനം ചെയ്യുന്നതൊക്കെ വളരെയധികം ഭാഗ്യം വരുന്നതിനെ സഹായിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. തിടുക്കത്തിലുള്ള വിശ്വാസം, അതായത് നിങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ ആദ്യം കാണുന്നവരാണെങ്കിൽ പോലും കുറച്ച് സംസാരിച്ച് വരുമ്പോൾ അയ്യോ അവർ പാവമാണല്ലോ എന്ന് തോന്നിയ ഒരു വിശ്വാസത്തിൽ എടുക്കുകയോ അവർക്ക് പണം കൊടുക്കുകയോ അല്ലെങ്കിൽ സ്വർണ്ണ പണയം വെക്കാൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ജാമ്യം നിൽക്കുകയോ ചെയ്യുന്ന സ്വഭാവമൊക്കെ ഉണ്ട് ചിലപ്പോഴൊക്കെ. അപ്പോൾ അത് വിനയായി മാറിയിട്ടുമുണ്ട്. ചിലപ്പോൾ ചിലത് നിങ്ങൾ പുറത്ത് പറയണമെന്നില്ല, ഞാനിത് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകും. എങ്കിലും ഇനി പറയുകയാണ്, അങ്ങനെയുള്ള ഒരു പരിപാടിക്കും പോകരുത്. നമുക്ക് തന്നെ അത് വിനയായി മാറാനുള്ള സാധ്യതയും ഈ ഒരു സമയമുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനിയിപ്പോൾ ഒരു ഇരുട്ടാതെ ഉത്രട്ടാതെ രേവതി വരുന്ന മീന രാശിക്കാർക്കാണെങ്കിലും ഇവിടെ ചൊവ്വ സംക്രമണം സാമ്പത്തികമായ ഒരുപാട് ഉയർച്ചയും മാറ്റങ്ങളും ഒക്കെ നൽകുന്നതാണ്. വരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിലവിൽ കടങ്ങളാണ്, ബാധ്യതയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വരുമാന കയറ്റം ഉണ്ടാകുന്ന സമയമാണ്. ജോലിയിൽ നിന്ന് നേട്ടം ഉണ്ടാകും, മേലധികാരിയുടെ പ്രശംസയൊക്കെ ലഭിക്കുന്നതാണ്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ ഉചിത സമയമാണ്. ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിന് നല്ല സമയം കൂടിയാണ് തുടങ്ങുന്നത്. ആരോഗ്യപരമായി മുൻപ് അനുഭവിച്ചിരുന്ന ക്ഷീണം, കാരണമില്ലാത്തതായ ക്ഷീണവും, മരുന്നുകളെല്ലാം കഴിക്കുന്നുണ്ട് പക്ഷെ ക്ഷീണമാണ് എനിക്ക് എന്ന് പറയുന്ന ഒരു ലെവലായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. ഒരു ആത്മവിശ്വാസം വരുമ്പോൾ ഈ ക്ഷീണമൊക്കെ താനെ അങ്ങ് മാറും. ആത്മവിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? ഗ്രഹങ്ങൾ അനുകൂലമാവുമ്പോൾ, ദൈവാധീനം വരുമ്പോഴാണ്. അതാണ് നിങ്ങളിലേക്ക് ഇനി വന്നു ചേരാനായി പോകുന്നത്. അപ്പോൾ ചെയ്യേണ്ടത്, അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ തുളസിമാല കെട്ടി അത് വ്യാഴാഴ്ചകളിൽ ഭഗവാന് സമർപ്പിക്കുക. അതേപോലെ വ്യാഴാഴ്ച ഏറ്റവും വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക്, അവരുടെ പഠനോപകരണങ്ങളോ ഒരു പേനയാണെങ്കിൽ പോലും അവർക്ക് വാങ്ങിച്ചു നൽകുന്നത് നിങ്ങൾക്ക് ഉത്തമമായിരിക്കും. കൂടാതെ ഓം നമോ നാരായണായ കഴിവതും ജപിച്ചുകൊണ്ടേയിരിക്കും. എത്ര എന്നൊന്നുമില്ല, കണക്കായിട്ടൊന്നും പറയുന്നില്ല. അത് നിങ്ങളാൽ കഴിയുന്ന കണക്ക് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. മനസ്സിൽ ടെൻഷൻ വരുമ്പോൾ നിങ്ങളിങ്ങനെ ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ ഇതൊരു മനസ്സിന് ശാന്തി സമാധാനവും തരുന്ന മന്ത്രമാണ്. അപ്പോൾ നിങ്ങൾ ജപിക്കേണ്ടത് ഓം നമോ നാരായണായ എന്ന മന്ത്രമാണ്. അതേപോലെ തന്നെ അധികമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിവെക്കുന്ന ഉത്തമമായിരിക്കും. നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക എന്നൊരു ലൈൻ സ്വീകരിക്കുന്നതായിരിക്കും ഈ ഒരു സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് 2026 ജൂൺ 16 മുതലുള്ള കാര്യമാണ്. അപ്പോൾ ജൂലൈ 5 വരെ ആയിരിക്കും ഈ ഒരു ചൊവ്വയുടെ കാർത്തിക നക്ഷത്രത്തിലേക്കുള്ള ഈ സംക്രമണം നടക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രാശിക്കാർ, 4 രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വലിയൊരു സൂചന ഇപ്പോഴേ തരികയാണ്. മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, വീണ്ടും പറയുന്നത്, ജ്യോതിഷം ഒരു വഴികാട്ടിയാണ്. പക്ഷെ ആ വഴിയിലൂടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടത്, ചിന്തിച്ച് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതും നമ്മൾ മനുഷ്യരുടെ കടമയാണ്. അപ്പോൾ പ്രവർത്തിക്കുക. ഈ ഗ്രഹമാറ്റങ്ങൾ നടക്കുമ്പോൾ അതൊക്കെ മുന്നേ വന്ന് നിങ്ങളോട് പറയുമ്പോൾ ഏതൊക്കെ പ്രിക്കോഷനാണ് എടുക്കേണ്ടത് എന്ന് കൂടി നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഈ ഒരു സമയത്ത് അനാവശ്യ ചിന്തകളിൽ ചെന്നപ്പെടരുത്, അല്ലെങ്കിൽ അനാവശ്യ സംസാരങ്ങളിൽ ചെന്നപ്പെടരുത് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സമയങ്ങൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഈ ഗ്രഹമാറ്റങ്ങളുടെ 100% ഭാഗ്യം കിട്ടുമെന്ന് പറയുന്നില്ലെങ്കിലും ഒരു 60% എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. അപ്പോൾ പറയുന്ന പോലെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. മനസ്സിന് ഒരുപാട് ചിന്തിക്കാനുള്ള ഇടം കൊടുക്കാതിരിക്കുക. ടെൻഷൻ ഇല്ലാത്ത മനുഷ്യനില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് പാതി ടെൻഷൻ കുറയും.
പിന്നെ എന്താണ് ആ ടെൻഷൻ മാറ്റാനായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യോഗകളൊക്കെ ചെയ്യുകയോ അല്ലെങ്കിൽ ചില മന്ത്രങ്ങൾ ഇങ്ങനെ എപ്പോഴും മനനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ എപ്പോഴും ആ മന്ത്രങ്ങൾ ഇങ്ങനെ സ്വയമേവ പറഞ്ഞുകൊണ്ടിരിക്കും. ഉദാഹരണം പറയാം, നമ്മൾ ചില സിനിമാ പാട്ടുകളുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പാടി പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറക്കത്തിലാണെങ്കിൽ ചിലപ്പോൾ ചില സമയങ്ങളിലാണെങ്കിലും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഒരു സാറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം മനസ്സിലേക്ക് വരുന്നതിന് മുന്നേ ഓടിയെത്തുന്നത് ഇല്ല പഠിച്ച പാട്ടുകളായിരിക്കും. എന്തുകൊണ്ടത് മനസ്സിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുത്തതുകൊണ്ട് മനസ്സിനകത്ത് അത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചില മന്ത്രങ്ങൾ ലളിതമായ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമ ശിവായ, ഈ മന്ത്രങ്ങൾ ഈ മനസ്സിൽ മനനം ചെയ്തുകൊണ്ടേ ഇരുന്നാൽ അത് മനസ്സ് സ്വയമേവ പഠിച്ച് നമ്മളൊരു ടെൻഷനിലാണ് എന്ന് മനസ്സിന് തോന്നുമ്പോൾ ആ മനസ്സിനെ റിലാക്സ് ചെയ്യാൻ മനസ്സ് തന്നെ ഒരു മാർഗം കണ്ടെത്തും. അതാണ് ഇങ്ങനെയുള്ള മന്ത്രോച്ചാരണങ്ങളെ വീണ്ടും നമ്മുടെ മനസ്സിലൂടെ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മന്ത്രോച്ചാരണങ്ങളെ എപ്പോഴും ഒരു കൂട്ടായിട്ട് കൂടെ കൂട്ടുക. 10 പേരുടെ അടുത്ത് നമ്മുടെ വിഷമങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലതാണ് ഇങ്ങനെയുള്ള മന്ത്രങ്ങളെ കൂട്ടുപിടിക്കുന്നത്. മനസ്സ് ശാന്തമാകും, നമ്മുടെ ചിന്തകൾ ശാന്തമാകും. ശാന്തമായ ചിന്തയോടുകൂടി ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ ഓർത്തുകൊള്ളൂ, നിങ്ങൾ അറിഞ്ഞുകൊള്ളൂ, 100% ഉറപ്പും ഫലവും നമുക്ക് തരുന്നതുമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നോട്ട് ചെയ്ത് വെച്ചോളൂ എന്ന് പറയാൻ എഴുതി വെക്കണമെന്നല്ല, നിങ്ങളുടെ ചിന്തയിലൊന്ന് വെച്ചുകൊള്ളൂ. അപ്പോൾ അടുത്തൊരു മാറ്റം വരുന്നുണ്ട്. അതേപ്പോൾ ആ ഒരു സമയം നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു വലിയ നേട്ടമൊക്കെ വന്നു ചേരുമെന്നൊരു ഓർമ്മ വയ്ക്കുക. ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ആ സമയത്ത് ഭാഗ്യം അനുകൂലമായതിന് ഒരു ലോട്ടറിയൊക്കെ എടുക്കുക. ഒരുപാടൊന്നും എടുക്കേണ്ട, അതിൽ നിന്നൊക്കെ ഒരു മാറ്റം, ചെറിയൊരു വരുമാനമെങ്കിലും നിങ്ങൾക്ക് ആശ്വാസമായി കിട്ടുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഓർത്ത് വെച്ചുകൊള്ളുക. വലിയൊരു നേട്ടവും ഭാഗ്യവും മാറ്റവും എല്ലാവരുടെയും ജീവിതത്തിൽ വരും. കർമ്മം ചെയ്യുക, പ്രാർത്ഥനയും മുടക്കാതിരിക്കുക, ഫലം തീർച്ചയായും വന്നു ചേരും. നന്ദി, നമസ്കാരം.